പ്രിയപ്പെട്ടവരെ, പത്തനംതിട്ടയിൽ മഴ ശക്തമായതോടെ പമ്പ, അച്ചൻകോവിൽ, കക്കാട് നദികളിൽ ജലനിരപ്പ് ഉയർന്നു. നദീതീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡുകളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. എന്താണ് പത്തനംതിട്ടയിലെ മഴയുടെ നില? ഇപ്പോഴും മഴ പെയ്യുകയാണോ രാവിലെ തന്നെ? ഗുഡ് മോർണിംഗ് അരുൺ. ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ മഴ ഇല്ലായിരുന്നു തന്നെ പറയാം. പക്ഷേ പുലർച്ചെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഏത് നിമിഷവും മഴ പെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, കക്കാട് നദികളിൽ ജലനിരപ്പ് ഉയർന്നു. കക്കി ഡാമിൽ നീല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശം കൂടിയുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയിൽ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന അച്ചൻകോവിൽ നദി, ഒപ്പം തന്നെ പമ്പ, കക്കാട് നദികളിൽ കൂടി ഒഴുകുന്ന ഭാഗങ്ങളിലൊക്കെ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയിൽ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. റോഡിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ. ഏതായാലും 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തിരുവല്ല മേഖലയിൽ, അപ്പർ കുട്ടനാട് മേഖലയിൽ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ മഴയുടെ ശക്തി കുറവാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ആകാശം മേഘാവൃതമാണ്, മൂടിക്കെട്ടിയ അവസ്ഥ തന്നെയാണ്. ഏത് നിമിഷവും മഴ പെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് പുലർച്ചെയും അല്ലെങ്കിൽ രാത്രിയിലുമൊന്നും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഭയക്കുന്നത് കനത്ത മഴയേക്കാൾ ഉപരി കാറ്റിനെയാണ്. കാറ്റിൻ്റെ ശക്തിയും ഇപ്പോൾ അല്പം കുറവാണ്. എങ്കിലും കാറ്റ് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ കാറ്റിലൊക്കെ വലിയ നാശനഷ്ടം ജില്ലയിലെമ്പാടും ഉണ്ടായിരുന്നു. വൈദ്യുതി പോസ്റ്റുകളൊക്കെ കടപുഴകി വീണു, മരങ്ങളും കടപുഴകി വീണു. അതെല്ലാം ഇപ്പോൾ മാറ്റി എല്ലാം നേരെയാക്കി വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറവാണ് എന്ന് പറയാം അരുൺ. ഓക്കെ, ഇനിയിപ്പോൾ വള്ളസദ്യ തുടങ്ങല്ലേ പ്രവീൺ? അതിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് പ്രേക്ഷകരോട് സൂചിപ്പിച്ചിട്ട് പോകാം. വള്ളസദ്യക്ക് ടിക്കറ്റ് എടുത്തവർക്കൊക്കെ ഇന്ന് ഭക്ഷണമൊക്കെ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? പള്ളിയുടെ സേവാസംഘം ഇന്നിപ്പോൾ അല്പം തിരിച്ചിലാണെന്ന് തോന്നുന്നു. പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അതേ അരുൺ, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വള്ളസദ്യ ഇന്ന് ആറന്മുളയിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. പ്രധാനമായും ആറന്മുള പള്ളിയുടെ സേവാസംഘമാണ് പ്രതിഷേധവുമായി എത്തിയത്. പെയ്ഡ് വള്ളസദ്യ അത് ആചാര ലംഘനമാണ് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ആറന്മുള പള്ളിയുടെ സേവാസംഘം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് അവർ വഞ്ചിപ്പാട്ടൊക്കെ പാടിയാണ് പ്രതിഷേധ സമരം നടത്തിയത്. അതൊരു വേറിട്ട കാഴ്ചയായി. ഏതായാലും ഇന്നിപ്പോൾ 250 രൂപ നിരക്കിൽ കൂപ്പൺ നൽകിക്കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പള്ളിയുടെ സേവാസംഘത്തോട് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് വള്ളസദ്യ കഴിക്കുകയും വേണം. ഒരുപക്ഷെ ഈ പള്ളിയോടെ സംഘത്തിന്റെ അടുത്ത ആളുകളോട് നമുക്ക് പറയാനുള്ളത്, അതിനകത്ത് ആചാരലംഘനം ഉണ്ടെന്ന് എങ്ങനെയാണ് നമുക്ക് നേരിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഒരുപാട് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ശബരിമലയിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തിരുപ്പതിയിലാണെങ്കിലും ഒക്കെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് മറ്റുള്ള ഭക്തർക്കും അവിടെ വന്ന് ഭക്ഷണം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയുന്നത് ശരിയാണോ? അല്ലെന്നാണ് എൻ്റെ പക്ഷം. അത് അറിയില്ല. അത് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടവരാണ് അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ടത്.